പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅദല്ലാഹുൽ മുനാഫിഖീന വൽ മുനാഫിഖാതി വൽ കുഫാറ. കപടവിശ്വാസികൾക്കും കപടവിശ്വാസിനികൾക്കും സത്യനിഷേധികൾക്കും അല്ലാഹു നരകാഗ്നി വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവരതിൽ നിത്യവാസികളായിരിക്കും. അവർക്കതു മതി. അള്ളാഹു അവരെ ശപിക്കുകയും ചെയ്തിരിക്കുന്നു. അവർക്ക് സ്ഥിരമായ ശിക്ഷയുണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ കപടവിശ്വാസികൾക്ക്, കപടവിശ്വാസിനികൾക്ക്, സത്യനിഷേധികൾക്ക് അള്ളാഹു നരകാഗ്നി വാഗ്ദാനം, അവർക്ക് നരകമാണ്. കപടവിശ്വാസികളും വിശ്വാസം രണ്ടു കൂട്ടർക്കും, അതുപോലെ സത്യനിഷേധികൾക്കും, സത്യത്തെ നിഷേധിക്കുന്നവർക്കും കപടവിശ്വാസികൾക്കൊക്കെ അള്ളാഹു നരകാഗ്നി വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവരതിൽ നിത്യവാസികളായിരിക്കും. പിന്നെ അവർക്കത് മതി. അള്ളാഹു അവരെ ശപിക്കുകയും ചെയ്തിരിക്കുന്നു. അവർക്ക് സ്ഥിരമായ ശിക്ഷയുണ്ടായിരിക്കുന്നതാണ്. അപ്പം പരലോകത്ത് അവർക്ക് ഉറപ്പാണ്. പക്ഷേ ഈ ലോകത്തും അതിനൊരു തത്തുല്യമായ ശിക്ഷകൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും പല രൂപത്തിൽ. ഇപ്പം എൻ്റെ അറിവിലൊരു സ്ത്രീ ഉണ്ട്, ഞാൻ അറിയുന്ന സ്ത്രീയാണ്. പിന്നെ ആ സ്ത്രീ എപ്പോഴും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ദുരിതങ്ങൾ വിളിച്ചു പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്. അപ്പോൾ കഷ്ടപ്പാട് എല്ലാ വർഷവും അല്ലെങ്കിൽ 6 മാസം 3 മാസം കൂടുമ്പോൾ പല അമ്പലങ്ങളിലൊക്കെ പോകുന്ന സ്ത്രീയാണ്. ഗുരുവായൂർ, അവിടെ ഇവിടെ 4 അമ്പലം, ഇങ്ങനെ കിട്ടുന്ന പൈസയൊക്കെ ആ സ്ത്രീ ഈ അമ്പലങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. പക്ഷെ എന്നാലും എപ്പോഴും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ. ചത്താളോ ഞാൻ മരിക്കുകയും ചെയ്യും, എനിക്ക് ചത്ത് കിട്ടിയാൽ മതി എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഞാൻ കേൾക്കാം. അപ്പം ഞാൻ വിചാരിക്കും, എന്താണ് ഇപ്പോൾ അതിനിപ്പോൾ എത്ര ദുരന്തമുള്ളത്. അവർക്ക് പിന്നെ 2 ബാധ്യതയൊന്നുമില്ല. 2 പെൺകുട്ടികളാണ് അവരെ വിവാഹം കഴിച്ച് കഴിഞ്ഞ്. 2 കൂട്ടർക്കും നല്ല ഭർത്താക്കന്മാരും ഒക്കെ ഉണ്ട്. ഈ സ്ത്രീക്കും ജീവിക്കാനും ചെറിയ വരുമാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് എപ്പോഴും ഇങ്ങനെ കഷ്ടപ്പാട്, ദുരിതം? ചത്താൽ മതി, ജീവിച്ചിട്ടാൽ മതി, ഈ ചുടുകാടിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി, ഇതൊന്നും എടുക്കുന്നില്ല ദൈവമേ, ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാതെ ഞാൻ കേൾക്കാറുണ്ട്. അപ്പം എന്തായിരിക്കും ഞാനിങ്ങനെ കരുതി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ വേറൊരു സ്ത്രീയുമായിട്ട് സംസാര മധ്യേ ഞാൻ ഇവിടെ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ സ്ഥലം പറഞ്ഞു. അപ്പം അവിടെ ഇങ്ങനെ രാജമ്മ എന്നൊരു സ്ത്രീ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം രാജമ്മ എന്ന പേരുള്ള സ്ത്രീ ഇല്ല. പക്ഷെ പല അവരുടെ പറഞ്ഞ മക്കളെ പേര്, മറ്റു കാര്യങ്ങളൊക്കെ ഒത്തു വന്നു. അപ്പം ഞാൻ പറഞ്ഞു രാജിയാണ്. രാജി തന്നെ, അത് ശരിയാണ്. അപ്പോൾ നോക്കുമ്പോൾ സംഭവമൊക്കെ ശരി തന്നെയാണ്. ഇവർ പറഞ്ഞ പേര് മാറിപ്പോയിരുന്നുള്ളൂ. ഈ രാജമ്മ എന്നുള്ള പറഞ്ഞത് തെറ്റായ പേരാട്ടോ, ശരിക്കുള്ള പേരല്ല. ശരിക്കും പേര് പറഞ്ഞില്ല, ഉദാഹരണ പേരാണ്. അപ്പം അത് നോക്കുമ്പോൾ സംഭവം തന്നെ ഞാൻ അറിയുന്ന സ്ത്രീ തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ സ്ത്രീയോട് പറഞ്ഞ് ഞങ്ങളുടെ കൂടെ പോരി, ആ സ്ത്രീയെ കണ്ട് പരിചയപ്പെടാം. ഞാനെന്തിനാണ് അങ്ങോട്ട് വരുന്നത്? എൻ്റെ ശത്രുവാണ് അവൾ, എന്നെ കോലത്തിലാക്കിയത് അവളാണ്. എന്താണ് അപ്പം സംഭവിച്ചാൽ ഈ സ്ത്രീക്ക് ഒരു ഭർത്താവും 2 കുട്ടികളുണ്ട്. കുട്ടികൾ വെച്ചാൽ പറക്കാൻ പറ്റാത്ത ചെറിയ കുട്ടികൾ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ രാജമ്മ എന്ന സ്ത്രീ ഈ ഭർത്താവിനെ കയ്യും കണ്ണും കാണിച്ച് മോഹിപ്പിച്ച് ഭർത്താവിനെ വശത്താക്കി. അങ്ങനെ ഭർത്താവ് ഈ മറ്റേ രാജമ്മ എന്ന സ്ത്രീയോടുകൂടി നടക്കുകയൊക്കെ ചെയ്തപ്പോൾ മറ്റേ സ്ത്രീ ഭർത്താവിനെ ഒഴിവാക്കി. ഭർത്താവ് എന്ത് ചെയ്തു, പിന്നെ മറ്റേ ആദ്യത്തെ സ്ത്രീ ഒഴിവാക്കിയിട്ട് ഈ രാജമ്മ എന്ന സ്ത്രീയോട് കൂടെ താമസിച്ചു. അതിന് കുറച്ചു കാലമൊക്കെ താമസിച്ചു. ഒരു മോശം ചുറ്റുപാടുള്ള സ്ത്രീയായിരുന്നു പോലെ. ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ മരിക്കണം സ്ത്രീ, പിന്നെ അല്പം വ്യഭിചാരവും അങ്ങനത്തെ സ്ത്രീകളുമായിട്ടുള്ള ഇടപാടും, അങ്ങനെയുള്ള വ്യഭിചാരിണികളായ സ്ത്രീകളെ കൂടെ നിർത്തി അവർ വരുമാനം ഉണ്ടാക്കുക, എന്നിട്ട് അതിൽ നിശ്ചിത വരുമാനം ഇവർ അടിച്ച് എടുത്തു മാറ്റുകയൊക്കെ ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു പോലെ. അപ്പോൾ അങ്ങനെ ഈ ഭർത്താവ് ഈ മറ്റേ സ്ത്രീ രാജമ്മയുടെ കൂടെ കുറച്ചു കാലം കഴിയുകയും അങ്ങനെ അതിൽ 2 കുട്ടികളൊക്കെ ഉണ്ടാവുകയും ചെയ്തു. പിന്നെ ഈ സ്ത്രീ ദുർനടപടികളോ അല്ലെങ്കിൽ മറ്റെന്താ കാരണം കൊണ്ട് ഭർത്താവ് ആത്മഹത്യ ചെയ്യുകയൊക്കെ ചെയ്തു.
അപ്പം അതൊക്കെ സംഭവം മറ്റേ സ്ത്രീനോട് പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായതാണ് ഈ ദുരിതം. കാരണം ചെയ്തു പോയ പാപങ്ങളാണ്. ഒരു ഭാര്യയും 2 കുട്ടികളുമുള്ള ഒരാൺകുട്ടിയും പിന്നെ ഒരു പെൺകുട്ടിയോ വെച്ചാൻ തോന്നുന്നു. ആൺകുട്ടി 2 പെൺകുട്ടി വെച്ചാൻ തോന്നുന്നു. പെൺകുട്ടികളെ ഭാഗത്ത് കല്യാണം കഴിച്ചു കൊടുത്തു. ഈ ആൺകുട്ടിയാണെങ്കിലോ വലിയ മടിയനും കല്ലുകുടിയനും മടിയനൊക്കെ ജോലിക്കൊന്നും പോകാത്ത. കാരണം അച്ഛനില്ലാതെ വളർന്നതുകൊണ്ടുള്ള കുഴപ്പമായിരിക്കും. അച്ഛനില്ലാതെ വളരുമ്പോൾ സ്വാഭാവികമായിട്ടും അമ്മമാർക്ക് താലോലിപ്പ് കൂടുതലായിരിക്കുമല്ലോ. അങ്ങനെ ഈ ആൺകുട്ടി വഷളാവുകയും പണിക്കൊന്നും പോയില്ല, എപ്പോഴും ചേനന്മാരെ കൂടെ മദ്യപിച്ച് നടക്കുകയാണൊക്കെ. അപ്പോൾ ഇതൊക്കെ കാരണം എന്താണ്? ഈ ഭർത്താവ് നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ അതിനൊക്കെ കാരണം മറ്റേ സ്ത്രീയുമാണ്. അപ്പോൾ ഈ പാപങ്ങളൊക്കെയാണ് ഞാൻ അനുഭവിക്കുന്നത്. ഈ അമ്പലങ്ങളിലൊക്കെ ഓരോ 6 മാസം കൂടുമ്പോഴും 3 മാസങ്ങളും കൂടുമ്പോൾ അമ്പലത്തിലും ഒക്കെ പോവുകയും വലിയ വലിയ അമ്പലങ്ങളിലും പോരാത്തതിന് ആ സ്ത്രീയുടെ പ്രദേശത്തുള്ള അമ്പലത്തിലും രാവിലെയും ഞായറാഴ്ചകളിലൊക്കെ പോവുകയൊക്കെ ചെയ്യും. ഇതൊക്കെ ചെയ്തിട്ടും എപ്പോഴും ദുരിതങ്ങളും കഷ്ടപ്പാടും. ബാക്കി പ്രധാന കാരണം എന്താണ്? ചെയ്തു പോയ പാപങ്ങളാണ്. ഇതൊക്കെ ഉണ്ടായിട്ടും സമാധാനം കിട്ടുന്നില്ല. പല രോഗങ്ങളും ഒക്കെയാണ്. അല്ലാതെ നമ്മൾ കാക്കട്ടെ. അപ്പോൾ പറഞ്ഞു വരും, നമ്മൾ ചെയ്തു പോയത് നമ്മൾ ഈ ലോകത്ത് വെച്ച് തന്നെ നമ്മൾ അനുഭവിക്കും. സമാധാനം ഉണ്ടാവില്ല അവർക്ക് എപ്പോഴും കഷ്ടപ്പാടും ദുരിതങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിരിക്കും. ടെൻഷനായിരിക്കും എപ്പോഴും. അപ്പം പറഞ്ഞു വരും നമ്മൾ അവർക്ക് ഈ കപട വിശ്വാസികൾക്കും അള്ളാഹു നരകം, പലർക്കും നരകം ഉറപ്പ് തന്നെയാണ്. ഈ ലോകത്ത് ഇതുപോലത്തെ രോഗങ്ങൾ, ടെൻഷനുകൾ, പല പ്രശ്നങ്ങൾ ഒക്കെ കൊടുത്തുകൊണ്ട് ഈ ലോകത്ത് കൊടുക്കുന്ന നരകമാണ് ഇങ്ങനെയൊക്കെയുള്ള മനസ്സിനും ശരീരത്തിനുമൊക്കെ സ്വസ്ഥതക്കേട് വരുന്നത്. പിന്നെ പറയാം, നിങ്ങളുടെ മുമ്പുണ്ടായിരുന്നവരെ പോലെ തന്നെ നിങ്ങളെക്കാൾ കനത്ത ശക്തിയുള്ളവരും കൂടുതൽ സ്വത്തുക്കളും സന്തതികളുമുള്ളവരായിരുന്നു അവർ. പണ്ട് കുറച്ച് പല വിഭാഗങ്ങളും ജീവിച്ചു പോയിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ മാത്രം വലിയ കേമന്മാർ, നമ്മളെക്കാളും കേമന്മാരായ വ്യക്തികളുണ്ടായിരുന്നു. ആദം നബിയുടെ ആയുസ് 1000 വർഷമായിരുന്നു. അപ്പോൾ കുറേ കാലങ്ങളോളം ഇപ്പോൾ നൂഹ് നബിയുടെ കാലം വരെയൊക്കെയും ഒരു 10-200 വർഷം വരെയൊക്കെയും ആയുസ് ഒരു 1000 വർഷത്തോളമാണ് ജനങ്ങളുടെ ആയുസ്. പിന്നെ അങ്ങനെ കുറഞ്ഞു വന്നു. ഇപ്പം നമ്മൾ മനുഷ്യൻ വന്നിട്ട് 8000 വർഷത്തോളമായല്ലോ. അപ്പോൾ അങ്ങനെ ഘട്ടമായിട്ട് ആയുസ് ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഉമ്മത്തിങ്ങളുടെ, എൻ്റെ സമുദായത്തിൻ്റെ ആയുസ് 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലായിരിക്കുമെന്ന്. അപ്പോൾ നമ്മളെ ശരാശരി ആയുസ് 60-70 ഒക്കെ ആണല്ലോ അല്ലേ. അപ്പോൾ അതും കുറഞ്ഞിട്ടുണ്ട്. 55-50 ഒക്കെ ആണ് കാണുന്നത്. എന്തായാലും അത് നമുക്ക് ആയുസ് നീട്ടിത്തരട്ടെ. അതുപോലെ നൽകിയ ആയുസ്സിൽ സൽക്കർമ്മങ്ങൾ കൂടുതലായി ചെയ്ത് മരിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പറഞ്ഞു വരുന്നത്, ഈ ആയുസ് തന്നെ 1000 വർഷം ഉണ്ടായിരുന്നു. പോരാത്തതിന് നമ്മുടെ ഉയരം എന്ന് വെച്ചാൽ ഒരു തെങ്ങിനോളം 30 മീറ്ററോളം ഉയരമുള്ള മനുഷ്യരായിരുന്നു ഉണ്ടായിരുന്നത്. ആദം നബിക്ക് 30 മീറ്ററോളം ഉയരമുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് കുറഞ്ഞു 6 അടിയിലേക്ക് ചുരുങ്ങി. 6 അടിയില്ല, ഇപ്പോൾ 5.5 അടി 5.25 അടിയൊക്കെ ഉള്ളൂ. ഈ ഉള്ളവനും 5.5 അടിയൊക്കെ ഉള്ളൂ. അപ്പം അങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വലിയ ഉയരമുള്ള വ്യക്തികളൊക്കെ പണ്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈജിപ്തിലെ പിരമിഡുകളൊക്കെ പറ്റി നമുക്ക് വലിയ ചോദ്യചിഹ്നമായിട്ടും അതെങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത്. അപ്പോൾ അത് പിന്നെ 30 മീറ്റർ ഉയരമുള്ള വ്യക്തികൾക്ക് അത്രയ്ക്ക് ആരോഗ്യവും ഉണ്ടാവും, മനസ്സിലായി. അപ്പം ആരോഗ്യ ശക്തിയും ഉണ്ട്. അപ്പോൾ അവർക്ക് എളുപ്പം വലിയ കല്ലുകളൊക്കെ എടുത്ത് വെക്കാനും ഒക്കെ കഴിയും. അപ്പം അവർ ഉണ്ടാക്കിയെടുത്ത എടുപ്പായിരിക്കും ഈജിപ്തിലെ പിരമിഡ്. അപ്പം അത്രയും വലിയ ആൾക്കാർ. അപ്പോൾ സമൂത് ഗോത്രം, ആദ് ഗോത്രമൊക്കെ വലിയ മലകളൊക്കെ തുരന്ന് വീടുകളുണ്ടാക്കി അല്ലേ. ഇപ്പോഴൊക്കെ നമുക്ക് ഒരുപാട് യന്ത്രങ്ങൾ വേണം. മലകൾ തുരക്കാൻ, കരിമ്പാറകളൊക്കെ തുരക്കാനെങ്കിൽ വലിയ യന്ത്രങ്ങൾ വേണം. അന്ന് യന്ത്രങ്ങളൊന്നുമില്ല. കൂർത്ത കല്ല് ഒക്കെ ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. അന്ന് ഇരുമ്പും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലല്ലോ. ദാവൂദ് നബിയുടെ കാലത്താണ് ഇരുമ്പ് കണ്ടുപിടിക്കപ്പെട്ടത്. അപ്പം ഇരുമ്പിനെ അദ്ദേഹത്തിന് എളുപ്പമാക്കി കൊടുത്തു എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുവരെ ഇരുമ്പൊന്നുമില്ലാതെ വെറും കൂർത്ത കല്ലുകൾ കൊണ്ട് മറ്റു വലിയ പാറക്കല്ലുകൾ, കുഴികൾ, മാളങ്ങൾ ഉണ്ടാക്കി അതിൽ താമസിക്കുകയാണ്. അപ്പോൾ അത്രയ്ക്ക് ഉയരമുള്ള വ്യക്തികൾക്ക് അത്രയും ഉയരമുള്ള പിന്നെ ഗുഹകൾ ഉണ്ടാക്കണം. അപ്പോൾ അതിനൊക്കെ പല സംഭവങ്ങളും ഉണ്ട് പണ്ട്. അത്രയും കഴുത്തരായ വ്യക്തികളും ആയുസ്സുള്ള വ്യക്തികൾ, വലിയ പാറകൾ തുരന്ന് വീടുണ്ടാക്കിയ വ്യക്തികളിലൊക്കെ ഉണ്ടായിട്ടും അവരൊക്കെ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. അവരെ വേരോടൊക്കെ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. എടുത്ത് എറിഞ്ഞു അല്ലേ. നമ്മൾ ആംലേറ്റ്
മറക്കല്ലോ അത്. ആംപ്ലേറ്റ് നമ്മൾ ഒരു ഭാഗം ചൂടാക്കി കഴിഞ്ഞാൽ ഒറ്റ ഒരു ആംപ്ലേറ്റ് അടിക്കുന്ന ആൾക്കാർ ഹോട്ടലിൽ അതൊറ്റ മറക്കലാണ്. വീട്ടുകാർക്ക് സ്ത്രീകൾക്ക് കഴിയില്ല, പക്ഷേ ഹോട്ടലൊക്കെ പതിവായി ആംപ്ലേറ്റ് അടിക്കുന്നവർ വായുവിൽ ഒറ്റ മറക്കലും മറക്കുക. അതുപോലെ അള്ളാഹു എടുത്തിങ്ങോട്ട് എറിഞ്ഞിട്ടുണ്ട്. പല നാടുകളും ഒന്നായിട്ട് എടുത്ത് എറിഞ്ഞ് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിനൊക്കെ നിസ്സാരമാണ്. അഹങ്കരിച്ച് നടന്നാൽ, അള്ളാഹുവിനെ ധിക്കരിച്ച് നടന്നാൽ, അല്ലെങ്കിൽ ഈ സമൂഹത്തിന് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഭൂമിയിലെ ജീവജാലങ്ങളെ വല്ലാതെ ദ്രോഹിച്ചാൽ, അവരുടെ കണ്ണീര് ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു ഒന്നായിട്ട് എടുത്ത് എറിഞ്ഞ് ആംപ്ലേറ്റ് എടുത്തെറിയുന്ന മാതിരി കൊണ്ട് എടുത്തെറിഞ്ഞ് കളയും. സന്തതികളുമുള്ളവരായിരുന്നവർ അങ്ങനെ അവരുടെ ഓഹരി കൊണ്ട് അവർ സുഖം അനുഭവിച്ചു. എന്നാൽ നിങ്ങളുടെ ആ മുൻഗാമികൾ അവരുടെ ഓഹരി കൊണ്ട് സുഖം അനുഭവിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ ഓഹരി കൊണ്ട് നിങ്ങളും സുഖം അനുഭവിച്ചു. അവർ അധർമ്മത്തിൽ മുഴുകിയതുപോലെ നിങ്ങളും മുഴുകി. അത്തരക്കാരുടെ കർമ്മങ്ങൾ ഇഹത്തിലും പരത്തിലും നിഷ്ഫലമായി ഇരിക്കുന്നു. അവർ തന്നെയാണ് നഷ്ടം പറ്റിയത്. അപ്പം അവരൊക്കെ നശിച്ചുപോയി. അവരുടെ യാതൊരു ചൂരും ഒന്നും നമ്മൾ കേൾക്കാനില്ല. യാതൊരു കൂറ്റും കേൾക്കുന്നില്ല. ശബ്ദമോ അവരുടെ താമസിച്ച എന്തെങ്കിലും അടയാളങ്ങളോ ഒന്നുമില്ല. ഉള്ളത് അവരുടെ വീടുകളിലെ ചില അടയാളങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പം നശിപ്പിച്ച് കളഞ്ഞു അല്ലാഹു. ഇപ്പോൾ നമ്മൾ നടക്കുന്ന വഴിയരികിലും മറ്റുമൊക്കെ ഇങ്ങനെയൊക്കെ പല പൊളിഞ്ഞു കിടക്കുന്ന ബിൽഡിങ്ങുകളും ഒക്കെ കാണാം. അപ്പോൾ ഇതൊക്കെ എന്താണ്? തിന്മകൾ ചെയ്തു കൂട്ടിയുടെ ഫലമാണ്. ഇങ്ങനെ ഇത്രയും കടുത്ത അക്രമികളെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ.